ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബേസിൽ ജോസഫും സൗബിനും അതുപോലെ തന്നെ ചെമ്മൻ വിനോദും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന പ്രാവിൻകൂട് ഷാപ്പ് മൂവി കണ്ടേക്കാണ്. എൻ്റെ പൊന്നു ഗൈസ്, പ്രതീക്ഷ തെറ്റിക്കാത്ത ഒരു ഗംഭീര പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആദ്യം മുതൽ അവസാനം വരെ നല്ല ഒരു കോമഡി ത്രില്ലർ മിസ്റ്ററി ജോണറിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബോറടി ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം കൂടിയാണ് ഈ പടം. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ സൗബിനിക്കയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. അത് പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിന്റെ പോലീസ് ക്യാരക്ടർ ആണെങ്കിലും അതൊരു കോമഡി രീതിയിൽ പുള്ളി കിടലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്പൻ വിനോദും നല്ല പെർഫോമൻസ് ആയിരുന്നു. മിറണ്ട എന്ന് പറഞ്ഞൊരു സ്ത്രീ കഥാപാത്രമുണ്ട്, പുള്ളിക്കാരത്തിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കേസ് അന്വേഷണം നമുക്ക് എവിടെയും പിടിതരാത്ത രീതിയിൽ പോണ ഒരു സിനിമയിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ത്രില്ലർ ഫീല് പ്രേക്ഷകർക്ക് തന്ന് അടുത്തത് എന്ത് സംഭവിക്കും എന്ന് നമ്മളിങ്ങനെ നോക്കി അവസാനം ക്ലൈമാക്സ് ആവുമ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ ആർന്നല്ലേ, ഇത് വരാർന്നല്ലേ ചെയ്തതെന്ന് രീതിയിലുള്ളത് മനസ്സിലാവുള്ളൂ. അത്രയും രീതിയിലുള്ള ഒരു ത്രില്ലർ അനുഭവം സമ്മാനിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ പടം കണ്ടു കഴിഞ്ഞപ്പം. പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടറായ ശ്രീരാജ് ശ്രീനിവാസന്റെ ഡെബ്യൂട്ട് മൂവി കൂടിയാണിത്. പക്ഷെ നമ്മൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും പറയില്ല ഇത് പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന്. കാരണം നല്ല കിടിലൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു പടത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ അൻവർ റഷീദാണ്. പക്ഷെ പുള്ളി പ്രൊഡക്ഷനിൽ മാത്രമാണോ വേറെ മൂവിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിയുടെ സ്റ്റൈലിലുള്ള കുറച്ച് മേക്കിംഗ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകമായിട്ട് അതിനെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഷാപ്പും കള്ള് ഷാപ്പും അവിടുത്തെ കുറച്ച് ഫീലും അതൊക്കെ തരാൻ ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ഞാൻ ഈ പടത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കാരണം ഇതൊരു ത്രില്ലർ മൂവിയാണ്. കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനത്തെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ പടം ഒരു ഗംഭീര തിയേറ്ററിക്കൽ വാച്ചബിൾ മൂവിയാണ്. അപ്പം നിങ്ങളും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ എങ്ങനെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ.